അങ്ങനെ ശ്രീരാമൻ മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചു. ഭാര്യയുടെ സ്തുതിയും താരയോടുള്ള ഉപദേശവും എല്ലാം വളരെ വിസ്തരിച്ച് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സുഗ്രീവനെ രാജാഭിഷേകം നടത്തി കിഷ്കിന്ധയുടെ രാജാവാക്കി സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കുറേ കാലം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് സുഖമായി ജീവിക്കുകയാണ്. അപ്പോൾ സുഗ്രീവൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി ശ്രീരാമൻ്റെ കാര്യത്തെപ്പറ്റി മറന്നോ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നി. ഇവനിങ്ങനെ സുഖലോലുപനായി ഭാര്യയോടും ഒത്ത് വാഴുകയും രാജ്യം ഭരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹനുമാന് തോന്നി, ഇത് ശരിയല്ലല്ലോ, നമുക്ക് സുഗ്രീവനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് സുഗ്രീവനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഹനുമാൻ. ഇങ്ങനെ വാഴുന്ന കാലമൊരുദിന് അങ്ങു കിഷ്കിന്ധ പുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു, പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിപ്പീലതേതുമേ ഏതുമെന്നുടെ മനസ്സേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ, ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ, മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജനപൂജനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാ ശോവാ പരശോധവാ തവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് മുർവീശ്വരൻ പരിതാപേന വാടുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീ സക്തനായി പാനവും ചെയ്തു മതി മറന്ന് അന്വഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ. അഗ്രജനായ ചക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും പവാനയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കുകേട്ട് അഞ്ജസ പീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലു അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തു എത്തുകയില്ലല്ലോ. സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കു വയച്ചിടണം. സപ്തദ്വീപ സ്ഥിതന്മാരായ വാനര സത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കവിവീരരെ പാരാതയയ്ക്കു സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം. പക്ഷം കഴിഞ്ഞു വരുന്നുവെന്നാകിലോ വധ്യനവനതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ
ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരുന്നീടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കീന്നു അയച്ചാനഭിമത ദത്തപൂർവം കവീന്ദ്രന്മാരുമന്നേരം. വായുവേഗ പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്താത്മനാ മായാ മനുഷ്യ കാര്യാർത്ഥമതിദ്രുതം.